കേരളത്തിൻ്റെ ഏറെ വർഷങ്ങളായുള്ള ആവശ്യമാണ് എയിംസ് എന്നത്. അതിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കാലങ്ങളായി. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചപ്പോഴും BJP ഭരിക്കുമ്പോഴും എയിംസ് എന്ന കേരളത്തിൻ്റെ ആവശ്യത്തോട് അനുകൂല സമീപനം ഉണ്ടായിട്ടില്ല. അടുത്തിടെ എയിംസ് വാർത്ത കേരളത്തിൽ സജീവമാക്കിയത് തൃശ്ശൂരിൽ നിന്നുള്ള BJP MPയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ പ്രസ്താവനകളും പ്രതികരണങ്ങളും കണ്ട കേരള ജനത ഇപ്പോൾ എയിംസ് കിട്ടുമെന്ന് വിചാരിച്ചു. ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും കരുതി. പ്രത്യേകിച്ച് കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനായെങ്കിലും പ്രഖ്യാപിക്കുമെന്ന് ആശിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. മുൻ LDF സർക്കാർ എയിംസിനായി കോഴിക്കോടും തിരുവനന്തപുരത്തുമാണ് സ്ഥലം കണ്ടെത്തിയിരുന്നത്. കോഴിക്കോട് സ്ഥാപിക്കാനായിരുന്നു അവരുടെ ആഗ്രഹവും. എന്നാൽ സുരേഷ് ഗോപി അതിനെ എതിർത്തു. എയിംസ് വരുന്നെങ്കിൽ തൃശ്ശൂരിൽ വേണം, അല്ലെങ്കിൽ ആലപ്പുഴ. തൃശ്ശൂർ തൻ്റെ മണ്ഡലമാണ്. അവിടെ എയിംസ് കൊണ്ടുവന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാനും പറ്റുമെന്ന ചിന്ത അതിന് പിറകിലുണ്ട്. ആലപ്പുഴ എന്ന ഓപ്ഷൻ കാരണമായി സുരേഷ് ഗോപി പറയുന്നത് അവികസിത ജില്ലയാണ് എന്നതാണ്. എന്നാൽ അതല്ല, തൻ്റെ ജന്മസ്ഥലമാണ് ആലപ്പുഴ എന്നതുകൊണ്ടാണ് ആ പിടിവാശി എന്ന് CPM ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കുന്നു. അങ്ങനെ എയിംസ് എവിടെ വേണമെന്നത് സംബന്ധിച്ച തർക്കം ഉടലെടുക്കുന്നതിനും രൂക്ഷമാക്കുന്നതിനും മാത്രമേ സുരേഷ് ഗോപിയുടെ എയിംസിനായുള്ള ശ്രമങ്ങൾ ഉപകരിച്ചുള്ളൂ. ഇപ്പോൾ LDF മാറി UDF അധികാരത്തിലെത്തിയപ്പോൾ എയിംസിന്റെ കാര്യത്തിൽ തുറന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി K മുരളീധരൻ നടത്തിയ പ്രസ്താവനയാണ് അതിന് കാരണം. എവിടെയാണെങ്കിലും കുഴപ്പമില്ല, എയിംസ് വന്നാൽ മതി എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. സത്യത്തിൽ അതാണല്ലോ വേണ്ടത്. വർഷങ്ങളായി കാത്തിരിക്കുന്ന എയിംസ് സംസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അത് പ്രാദേശികതയും മറ്റും പറഞ്ഞും അവകാശവാദം ഉന്നയിച്ചും ഇല്ലാതാക്കുകയല്ല വേണ്ടത്. ഇന്നിപ്പോൾ സുരേഷ് ഗോപി ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതായിരുന്നു കഴിഞ്ഞ സർക്കാരിൽ നിന്ന് വേണ്ടിയിരുന്ന സമീപനം. എന്നാൽ അതുണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കോഴിക്കോട് തന്നെ വേണമെന്ന നിലപാടായിരുന്നു പിണറായിക്ക്. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു, എന്നാൽ പിന്നെ 5 സ്ഥലങ്ങൾ എഴുതി കൊടുക്കുന്ന സർക്കാർ വരട്ടെ, എന്നിട്ട് എയിംസിനെ കുറിച്ച് ആലോചിക്കാമെന്ന്. മുരളിച്ചേട്ടന്റെ പ്രതികരണം പോസിറ്റീവാണ്. പക്ഷേ ഇവിടെ നിന്ന് കേരളത്തിന്റെ സന്നദ്ധത അറിയിക്കുമ്പോൾ ഗൈഡ് ലൈൻ അനുസരിച്ച് 5 സ്ഥലങ്ങൾ അറിയിക്കണം. സർക്കാരിന് താല്പര്യമുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ അറിയിച്ചാൽ അടുത്ത ബജറ്റ്, അല്ലെങ്കിൽ അതിനടുത്ത ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകും. ഇല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് ഞാൻ പരിശോധിക്കും. എയിംസ് വരുന്നത് കൊണ്ട് ഉന്നമനമുണ്ടാകുന്ന സ്ഥലങ്ങൾ പരിഗണിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ പരിഗണിക്കപ്പെടേണ്ടത് ഇടുക്കി, ആലപ്പുഴ ജില്ലകളാണെന്ന് സുരേഷ് ഗോപി പറയുന്നു. എന്നാലും തൃശ്ശൂരിൽ ലഭിക്കണമെന്ന ആഗ്രഹം സുരേഷ് ഗോപി മറച്ചു വയ്ക്കുന്നില്ല. അതിന് അദ്ദേഹം പറയുന്ന കാരണം ഇങ്ങനെയാണ്. തൃശ്ശൂരിൽ നിന്ന് ഒരു MPയെ ആദ്യമായി തിരഞ്ഞെടുത്ത കേരള നിശ്ചയം, അതിനൊരു മര്യാദ കൽപ്പിക്കണമെങ്കിൽ തൃശ്ശൂരിന് എയിംസ് ലഭിക്കണം. തൃശ്ശൂർ ജനതയാണ് തന്നെ ജയിപ്പിച്ചത്. BJPക്ക് ആദ്യമായി MPയെ തന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ എയിംസ് വരണമെന്ന് ചുരുക്കം. എന്നാൽ മാത്രമേ അടുത്ത തവണ മത്സരിക്കുമ്പോൾ അത് പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റൂ. ഇപ്പോൾ എയിംസിന്റെ പേരിൽ തന്നെ എല്ലാവരും കൂടി തേച്ചെന്നാണ് സുരേഷ് ഗോപിയുടെ പ്രധാന പരാതി. പത്രക്കാർ ഉൾപ്പെടെ തേച്ചു. അന്ന് താൻ പറഞ്ഞതാണ്, ഇനി എയിംസ് വന്നാൽ അത് തൻ്റെ ക്രെഡിറ്റിലേക്ക് മാത്രമായിരിക്കുമെന്നുള്ളത് ഒന്നുകൂടി തറപ്പിച്ചു പറയുന്നു. അതിനുവേണ്ടി പ്രയത്നിക്കും. അതിന് സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയം വിടും. ഇനി നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരില്ല എന്ന്. ഇങ്ങനെ വേറെ ഏത് MP പറഞ്ഞിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട്. എന്തായാലും എയിംസ് കേരളത്തിന്റെ അവകാശമാണെന്ന് കേന്ദ്ര സഹമന്ത്രി പറയുന്നു. പക്ഷേ അത് അടുത്ത ബജറ്റിലെങ്കിലും ഉണ്ടാകുമെന്നത് ഉറപ്പ് പറയാനും കഴിയുന്നില്ല. സർക്കാർ എല്ലാം സമർപ്പിച്ചാൽ അടുത്ത ബജറ്റിൽ, അല്ലെങ്കിൽ അതിനടുത്ത ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കാം. ഇല്ലെങ്കിൽ അത് അന്വേഷിക്കാൻ തനിക്ക് കഴിയും എന്ന് മാത്രമാണ് സുരേഷ് ഗോപി പറയുന്നത്.